ഇസ്രായേലിലേക്ക് ജോലി വാഗ്ദാനം നൽകി വഞ്ചിച്ചതായി പരാതി. ഇതേ തുടർന്ന് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കി സ്ഥാപനത്തിലെത്തി. പേരാമ്പ്ര മുതുകാട് സ്വദേശി ജോഷിയാണ് മുക്കത്തെ ഗ്രേസ് എഡ്ജ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇസ്രായേലിലേക്ക് ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ വാങ്ങി വഞ്ചിച്ചതായി ആരോപിച്ചാണ് യുവാവ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് മുമ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കയ്യിൽ പെട്രോളുമായായിരുന്നു ആത്മഹത്യാ ഭീഷണി. പേരാമ്പ്ര മുതുകാട് സ്വദേശി ജോഷിയാണ് മുക്കത്തെ ഗ്രേസ് എഡ്ജ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് മുമ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 5.5 ലക്ഷം രൂപയാണ് വിസയ്ക്ക് ഏജൻസി ആവശ്യപ്പെട്ടിരുന്നത്. പല തവണകളിലായി 3.35 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ ചെക്കും നൽകിയിട്ടുണ്ടെന്നും അതിനു പുറമെ മെഡിക്കലിനും മറ്റാവശ്യങ്ങൾക്കുമായി 1.5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നും ജോഷി പറഞ്ഞു. 2.5 കൊല്ലമായിട്ട് തന്നെ വിദേശത്ത് ഇസ്രായേലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് 3,35,000 രൂപ മേടിച്ച് പറ്റിച്ചാണ്. എനിക്ക് എന്റെ ആധാരം വരെ 23 സെന്റ് സ്ഥലമുള്ളൂ, 3 മക്കളുണ്ട്. കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വിദേശത്ത് പോകാൻ ഞാൻ നിന്നത്. എനിക്ക് യാതൊരു രക്ഷയില്ല. ഇയാൾ എല്ലാ പ്രാവശ്യവും ഓരോരോ ഉടായ്പ പറഞ്ഞിട്ട് എന്നെ ഈ സ്ഥാപനമാണോ? ആ സ്ഥാപനം ഗ്രേസ് എന്ന് പറഞ്ഞ സ്ഥാപനം, ജെല്ലി സഭാസ് എന്ന് പറഞ്ഞ കുറുമട്ടമ്പനി എന്ന് പറഞ്ഞ മുതുകാട്ടിലുള്ള ഒരാളാണ് ഇവിടെ കൊണ്ട് എന്നെ ഈ കുടുക്കിൽപ്പെടുത്തിയത്. ഞാൻ സകലമാന കളി നോക്കി. എന്റെ അടുത്ത് 3,35,000 ചെക്ക് എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ചെക്ക് ബാങ്കിൽ കൊണ്ടു കൊടുത്തു. അവിടെ പൈസ ഇല്ലാണ്ട് മടങ്ങി. എനിക്ക് യാതൊരു നിർവാഹവുമില്ല. എന്റെ മക്കളെ പോരാൻ കിട്ടുന്നു. എന്റെ വണ്ടി വിപ്പിച്ചു. എന്റെ റബ്ബർ എടുത്ത് പാട്ടം വെട്ടുന്ന ആളായിരുന്നു. എന്റെ തോട്ടം വിപ്പിച്ചു. എന്റെ എല്ലാ സംഗതി ഇയാൾ നശിപ്പിച്ചു. പെട്രോളായിട്ട് എനിക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ മാർഗമില്ല. ഇയാൾ നീ പറ്റിക്കല്ലാണ്ട് രക്ഷയില്ല. പെട്രോൾ നീപ്പെട്ടിയൊക്കെ എടുത്താൽ വന്നത്. ഞാൻ ചാകാൻ വേണ്ടി തന്നെ വന്നതാണ്. എന്റെ ഒരു അവസ്ഥ ഇതാണ്. എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. എനിക്ക് മക്കളെ പോറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സാധനമാണ് എന്നെ ഈ കുടുക്കി കൊണ്ടുവിട്ടത്. കണ്ണൂർ സ്വദേശി വിദ്യാരാജനിൽ നിന്ന് 1,10,000 രൂപയും ഇരുട്ടി സ്വദേശി ജിനു ജിജോയിൽ നിന്ന് 2,40,000 രൂപയും പേരാമ്പ്ര സ്വദേശി റനീഷിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയതായും പരാതിയുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർ വഞ്ചിതരായിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഞങ്ങളൊരു 2-2.5 കൊല്ലം മുമ്പ് ഞങ്ങൾ ഇസ്രായേലിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഇവര് നമ്മളെ പൈസ വാങ്ങി. 1 ലക്ഷം ഇവളോട് 2.5, അല്ലെങ്കിൽ 2.5 എന്നോട് 1.10. ആദ്യം 10 വാങ്ങി, പിന്നെ 1 വാങ്ങി. ഒരു വിവരമില്ല. ഓരോ തവണ ഞങ്ങൾ വിളിക്കും, അതാക്കി ഇതാക്കി അഫിഡവിറ്റ് ആക്കും, പിന്നെ മെഡിക്കൽ എടുക്കുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓരോ തവണ 2-2.5 കൊല്ലം ഞങ്ങൾ മുമ്പോട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരില്ല. പോക്ക് നടന്നിട്ടുമില്ല. ഓരോരുത്തരും ഓരോ രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എത്രയും വേണം ഞങ്ങൾ പൈസ തിരിച്ചു തരണം. കിട്ടാണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകില്ല. അതിനൊരു മാറ്റവും ഇല്ല. കാരണം അതുപോലെ ഞങ്ങൾ അനുഭവിച്ച് വീട്ടിൽ നിന്ന് പോലും ഞങ്ങൾ ഇറക്കി വിടുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു മുമ്പോട്ട് പോകാനാവൂല, ഒരു കാരണവശാലും ആവൂല. ഓരോ ദിവസം ഞങ്ങളിവിടെ വരും. വരുമ്പോൾ അവർ കട്ടൻ ചായ വെച്ച് സോപ്പിങ് നടത്തി അവർ വിടും. അടുത്ത് ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. എത്ര വിളിച്ചാലും ഫോൺ എടുക്കൂല. ഓഫീസിലെ ഫോൺ അടിക്കുക, അവരെടുക്കൂല, ഫോൺ എടുക്കുകയില്ല. മെസ്സേജ് അയച്ചാൽ മെസ്സേജ് നോക്കും, മറുപടി ഉണ്ടാവില്ല. ഒന്നും ഒരു വിവരങ്ങളും ഇല്ല. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ വിളിച്ച് വന്നു. 4-5 തവണ വന്നു. ഓരോ തവണയും ചെക്ക് തന്നു. ഒരു തവണ ചെക്ക് തന്നു, ചെക്കിന്റെ കാലാവധി കഴിഞ്ഞു. ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് ചെക്ക് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ചെക്ക് മാറ്റി തന്നു. ആ ചെക്കും കഴിഞ്ഞ് ഞങ്ങൾ ഡിസംബർ ചെക്ക് സബ്മിറ്റ് ചെയ്തു. ബാങ്കിൽ പൈസ ഉണ്ടായില്ല. റിട്ടേൺ നമുക്ക് ചെക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. റിട്ടേൺ എന്ന പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്, അല്ല ചെക്ക്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ചെക്ക് നിങ്ങൾ നോക്കണ്ട, ഫുൾ പൈസ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേക്കാം. ഒരു 10 ദിവസം കൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെ 10 കഴിഞ്ഞ് വീണ്ടും 2 മാസമാകാനായി. എന്നോട് മുമ്പോട്ട് പോകാനാവില്ല. എന്നോട് കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വരണ്ട, ഡിസംബർ 31 പൈസ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടാണ് ഇപ്പൊ 3-4 മാസമായി. CTV പ്രാദേശിക വാർത്ത മുക്കം.